പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്നു പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായി തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. വിശ്വാസികളുടെ പിതാവായ നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹത്തെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ ഇവിടെ പറയുന്നത്. അബ്രാഹാം അവൻ്റെ 75-ാം വയസ്സിലാണ് ദൈവത്തിന് അവൻ്റെ മേലുള്ള വാഗ്ദത്തം കേൾക്കുന്നത്. അത് നിറവേറുന്നത് അവന് 100 വയസ്സ് ഉള്ളപ്പോഴാണ്. 25 വർഷം അവൻ തൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരുന്നു. അവൻ്റെ ഭാര്യയായ സാറ അവളുടെ ദാസിയെ പ്രാപിക്കണമെന്ന് പറഞ്ഞ് അവളുടെ ദാസിയിൽ ഒരു മകൻ ഉണ്ടായപ്പോഴും ദൈവത്തിൻ്റെ തീരുമാനം സാറായിൽ തന്നെ അബ്രാഹത്തിന് ഒരു മകൻ ജനിക്കണമെന്നായിരുന്നു. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമുക്ക് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് നിറവേറ്റും. സാഹചര്യങ്ങൾ പ്രതികൂലമാകാം, പക്ഷേ ആ പ്രതികൂലത്തിനിടയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു ദൈവമഹത്വത്തിന് ഇടയായിത്തീരും. ഒരു പക്ഷേ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോയേക്കാം. നമ്മളത് ഉപേക്ഷിച്ച് കളയാനും തയ്യാറായാലും വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനാകിയാൽ അവൻ വാക്കുമാറുകയില്ല. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ വാക്കുമാറിയാലും ഒരിക്കലും മാറാത്ത, നമ്മെ ഉപേക്ഷിക്കാത്ത സർവശക്തനാണ് നമ്മുടെ ദൈവം. ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് ഒരിക്കലും നമ്മുടെ നാശത്തിന് ഉള്ളതല്ല. ജെറമിയ 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അതുകൊണ്ട് തന്നെ നമ്മുടെ പദ്ധതികളല്ല, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികളാണ് നിറവേറുക എന്ന് വിശ്വസിക്കുക. നമ്മൾ സ്വയം നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ മെനയാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അവനെ നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം നിറവേറാൻ വേണ്ടി അവൻ്റെ സമയത്തിനായി കാത്തിരിക്കുക.